ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മൂന്നാർ പോയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ നല്ല ചൂടൻ നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ നീണ്ട 4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ മേപ്പടി എത്തി. മേപ്പടിയിലാണ് കേട്ടോ ഞങ്ങളുടെ റിസോർട്ട് ഉള്ളത്. പോണ വഴിയൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഫുള്ള് മലകളൊക്കെ ആയിട്ട് ആ മുകളിൽ കാണുന്നില്ല ഒരു വീട്, അവിടേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അതാണ് നമ്മുടെ റിസോർട്ട്. ദ കോഫി കൗണ്ടി റിസോർട്ട് എന്നാണ് അതിന്റെ പേര് കേട്ടോ. എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പാർക്കിങ്ങിനൊക്കെ അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. പാർക്ക് ചെയ്യാനൊക്കെ അവര് തന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ലഗേജസ് ഒക്കെ എടുത്തിട്ട് അവര് നടന്നു തുടങ്ങിട്ടോ. ഞങ്ങൾ അവരുടെ പിന്നാലെ. ശരിക്കും ഒരു കാടിനുള്ളിൽ എത്തിപ്പെട്ട അവസ്ഥയായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ ഞങ്ങളെ കൊണ്ടുപോയത് റിസപ്ഷനിലേക്കായിരുന്നു. ദായി കാണുന്നതാണ് കേട്ടോ അവരുടെ റിസപ്ഷൻ. എത്തിയപാടെ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കിട്ടിയിട്ടോ. നല്ല വാട്ടർമെലൺ ജ്യൂസ് ആയിരുന്നു. പിന്നെ അവര് ഞങ്ങളുടെ അടുത്ത് അവിടുത്തെ ആക്ടിവിറ്റീസ് അതിന്റെ ടൈമിംഗ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് ഞങ്ങളെ റൂമുകളിലേക്ക് കൊണ്ടുപോയിട്ടാ. അങ്ങനെ അവരുടെ റൂം എത്തിയപ്പോ അവര് താറ്റ പറഞ്ഞു പോയി. ഞങ്ങൾക്ക് പിന്നെയും അവിടുന്ന് മുകളിലേക്ക് കുറച്ചുണ്ടായിരുന്നു കേട്ടാ. ദൈ കാണുന്നതാണ് അവരുടെ റൂം. അവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂമിലേക്ക്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഒരു പ്രൈവറ്റ് പൂൾ വെല്ലിയാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഫുള്ള് മറ്റേ മുള കൊണ്ടുള്ളതായിരുന്നു കേട്ടാ. അവിടെ ഇരിക്കുന്ന കപ്പ് പോലും മുള കൊണ്ടുള്ളതായിരുന്നു. കപ്പ് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂമിന്റെ ഇൻസൈഡ് വന്നിട്ട്. റൂമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുള്ളി വുഡൻ മെറ്റീരിയൽസ് കൊണ്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ റൂമിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഡൈനിങ് പോലെ ഉണ്ട്. പിന്നെ അവിടെ ഒരു കുട്ടി ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പിന്നെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രഷ് ആയി ഞങ്ങള് അപ്പൊ തന്നെ ഇറങ്ങി. കയാക്കിങ്ങിന് പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഇവിടാണ് ഞങ്ങൾ കയാക്കിങ് ചെയ്യാൻ പോണത്. കാണുമ്പോൾ ഒരു ചെറുതായിട്ട് തോന്നുന്നെങ്കിലും തുഴഞ്ഞു തുഴഞ്ഞ അറ്റത്തേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് പോയിട്ടാ. പിന്നെ അവനവിടെ അമ്പും വില്ലൊക്കെ വിട്ട് കളിച്ചു. ഞങ്ങള് നേരെ ചായ കുടിക്കാൻ പോയി. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട് അവർക്ക്. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, സ്നാക്സ്. പിന്നെ ഞങ്ങൾ അവിടെ നടക്കാൻ ഇറങ്ങി. വലിയൊരു കാടിന്റെ ഉള്ളിൽ ഒരു റിസോർട്ട് ഇതായിരുന്നു. ഒരുപാട് നടന്ന് കാണാനുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ക്യാരം ബോർഡ് കളിക്കാൻ പോയി. ചെറുപ്പത്തിൽ എപ്പോഴോ കളിച്ചതാണ് ഈ സംഭവം. പക്ഷെ എനിക്ക് അന്ന് ഭയങ്കര ആവേശമായിരുന്നു കളിക്കാനായിട്ട്. ബോർഡ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് എത്രയാന്നറിയാ കിടന്ന് കരഞ്ഞേക്കണേ. അതൊക്കെ ഒരു കാലം. അപ്പോഴേക്കും ക്യാമ്പ് ഫയറിന്റെ ടൈമായി. ഞങ്ങൾ അവിടെ ഡാൻസിന്റെ തിരക്കിലാണെങ്കിൽ അവരവിടെ എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചു വയാണ്ടായപ്പോഴത്തേനും ഡിന്നർ റെഡിയായെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഡിന്നർ ഒരു രക്ഷയില്ല, ബൊഫേ സെറ്റപ്പ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു അവിടുത്തെ മെനു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. കേറിയപ്പോ തന്നെ ഒരുപാട് സാധനങ്ങൾ കണ്ടു. ഞാൻ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരുന്നു. എല്ലാ ടൈപ്പിലുള്ള ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നാൽ പിന്നെ വലിയ ഹെവി ആയിട്ടൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടോ അന്നത്തെ ദിവസം. അതുകൊണ്ട് എനിക്ക് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കഴിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പൂളിൽ ചാടി. കുറെ നേരം പൂളിൽ കിടന്ന് കളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവര് റൂമിൽ പോയി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം.